ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ട് പോവാ ഡോട്ട് ഓപ്ഷൻ നമുക്ക് സ്റ്റോറിയുടെ പോവാം. മോളെ, എന്ത് പറ്റുമ്മ? ഹോസ്പിറ്റലിൽ പോവാ മാ. എനിക്ക് ലേറ്റായി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണ്ട. പറഞ്ഞേക്കുമാ, ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഇല്ല ഇല്ല, ഞാൻ വരുന്നില്ല. കൊടു ഓടിപ്പോയി. ഈ ഫാത്തിമ നിൽക്കടാ, ഞാൻ വരുന്നില്ല. ബാപ്പാ, എവിടേക്കാ ഓടുന്നത്? ഒന്നില്ല അപ്പം ഒന്നില്ല ഒന്നില്ല ബാപ്പാ, നിൽക്കടേ ഇവിടെ. ബാപ്പാ, ഓടൊക്കെ ഓടുന്നേ? പല്ല് വേദന രാത്രി പറഞ്ഞായിരുന്നു. ബാപ്പ അത് പോവാ. ബാപ്പ ഞാൻ വരില്ല ബാപ്പ, പറഞ്ഞേക്ക്. ഫാത്തിമ കണ്ടിട്ട് വരണം, ഇല്ല നിനക്ക് ഞാൻ ഐസ്ക്രീം എങ്ങനെ തരില്ല. ഐസ്ക്രീമാ, ഞാൻ വരാം. ശരി ബാപ്പ. പല്ലെടുത്ത് എന്ത് ചെയ്യാം? അടി പാവി, ഐസ്ക്രീം ആണോ നിങ്ങൾ? ഇവളോ ഐസ്ക്രീം കൊടുക്കും, ചോക്ലേറ്റ്. പല്ല് വേദന ഇവിടെക്കാം. എന്നാലും അവിടെ കല്യാണത്തിൻ്റെ അവിടുന്ന് മാരേജിൻ്റെ അവിടുന്ന് മൊത്തം ഐസ്ക്രീം കാലിയാക്കുന്നല്ലോ. 4 പാക്കറ്റ് ഐസ്ക്രീം. പോമ്മ, പറഞ്ഞേക്ക് വാ. എന്നെ കാറിലിട്ടൊരു വണ്ടി ഡ്രൈവിങ് ചെയ്തേ ഫാത്തിമൻ്റെ ബാപ്പ. ശരിയോ, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നു. വലിയ ഹോസ്പിറ്റലാണ് ബാപ്പ. അത് ഈ ഹോസ്പിറ്റലിലേക്ക് വാ ബാപ്പ. ഇത് ഏത് ഹോസ്പിറ്റലാ? ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റലാണ്. എന്ത് ബാപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റൽ? അങ്കിളിൻ്റെ ആണോ? അതെ, അങ്കിളിൻ്റെ ആണോ? വാ. അങ്ങനെ ഹോസ്പിറ്റലകത്ത് പോയി. ഹലോ, എവിടെടാ ഉള്ളത്? ഞാൻ വന്നിടാ. മച്ചാ, എന്ത് പറ്റിടാ? നിനക്കെന്തിടാ പ്രശ്നം? ഇടാ, എൻ്റെ മോള് ഐസ്ക്രീം കഴിച്ച്. വീണ്ടും കഴിച്ചാളാ ഇവള്? അതെ. ശരി മച്ചാ, ഒരു കാര്യം പറയുന്നുണ്ടാ. എന്ത് പറ്റിടാ? ഇല്ലടാ, ഹോസ്പിറ്റല് ഞാൻ ഇവിടെ പുതിയൊരു ഹോസ്പിറ്റൽ ബിൽഡിങ് കെട്ടിയായിരുന്നടാ. അതുകൊണ്ട് പുതിയ ഹോസ്പിറ്റൽ കെട്ടിയത്. അതെടാ, എൻ്റെ ബ്രാഞ്ച് ഇവിടെ ഒന്നും കെട്ടിയത്. ഞാൻ ബ്രാഞ്ച് ഇവിടെ കെട്ടിയായിരുന്നടാ. എന്തടാ? അതെ, ഇവിടെ മുമ്പ് ജോലി ചെയ്തവരെ ഞാൻ വേറെ പ്ലേസ് ഹോസ്പിറ്റലൊക്കെ അയച്ചിരുന്നു. ഇവർ നല്ല ജോലി ചെയ്യുമ്പോൾ. ഇപ്പം 7 ബോയ്സ് വന്നിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക്. എന്ത് പുതിയതായിട്ട്? അതെ, അങ്ങനെ പുതിയതായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഫോറിൻ ബോയ്സാണ്. എന്ത് ഫോറിൻ ബോയ്സ് ആണോ? അതെ, ഫോറിൻ ബോയ് ആണ്. അവർ വന്നിട്ടുണ്ടോ? ഫോറിൻ പറഞ്ഞാൽ അതേത് ഏതോ ഒരു കൊറിയൻ ബോയ്സാണ്. കൊറിയൻ ബോയ്സാ? അതേത് നാട് ഡാഡി? ഇവളൊരു കാര്യം വാ, ഹോസ്പിറ്റൽ. ശരി, ഓക്കെ. സിസ്റ്റർ, എന്ത് പറ്റി സർ? ഇവരെ നീ പല്ലിൻ്റെ ഇവളെ പല്ല് വരിക. പല്ലിൻ്റെ ഡോക്ടർ കാട്ട് പോ. ശരി, ഓക്കെ വാമ്മ. ശരി, ഓക്കെ. അങ്ങനെ പല്ലിൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓക്കെ. 4 പേഷ്യൻ്റ് ഉള്ളത്. 4 പേരോ? മോളെ, നീ 5-10 പോയാൽ മതി. ശരി അങ്കിൾ. മോക്ക് എന്ത് വേണം? എനിക്ക് ഐസ്ക്രീം. മുറയ്ക്കാറിഞ്ഞു. ഇല്ല എന്ത് വേണ്ട അങ്കിൾ? വലിയ വേദന. യമ്മതിനെ മുറയ്ക്കുന്നത് വിടുമ്പാ. ഹീറോ ഭയങ്കര സാഡായിരുന്നു. എന്തോ ഒരു ഉമ്മ. ഡോക്ടർ പോയി. ഫാത്തിമ, നിങ്ങളാണ് പേഷ്യൻ്റ്, അകത്ത് പോയിക്കോ. ആരാ ഡോക്ടർ? അറിയില്ലായിരുന്നു. ഓക്കെ. ഹോസ്പിറ്റൽ അകത്ത് പറഞ്ഞു. മാസ്ക് ഇട്ടായിരുന്നു. നല്ല കണ്ണ്, നല്ല ഹാൻസം ആയിരുന്നു. ഓക്കെ. എന്ത് പ്രശ്നം? ഇവളൊക്കെ പല്ല് വരാനാണ്. കാട്ട് പാമ്മ, എവിടെ കിടന്നു? അങ്ങനെ ഇരുന്നു. അങ്ങനെ പല്ല് നോക്കി. അയ്യോ പാവമാള്, പല്ലെടുക്കായിരുന്നു. കൈയുടെ ഡോക്ടർ. എന്തമ്മ? നിൻ്റെ പല്ല് വേദനാണ്. പല്ല് എടുക്കണോ? ഇപ്പോൾ ഈ ഡോക്ടർ പല്ലെടുക്കണ്ട. അയ്യോ കൊച്ചേ, പല്ലിപ്പോൾ എടുക്കുന്നില്ല. അങ്ങനെ പറയാൻ തുടങ്ങി ഡോക്ടർ. ഡോക്ടർ പറഞ്ഞായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ എടുക്കാൻ പറ്റില്ല പല്ല്. ടാബ്ലറ്റ് ചെക്ക് ചെയ്ത് നല്ല സ്ട്രോങ് ഉണ്ട്, പല്ല് ആടുന്നു. ശരി, ഓക്കെ. ടാബ്ലറ്റ് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ഈ ടാബ്ലറ്റ് നമുക്ക് കൊടുക്കണോ? ശരി, ഫുഡ് കഴിക്കുന്നത് സൂക്ഷിക്കണോ? ഞാൻ ഡോക്ടർ പറഞ്ഞു. നല്ല പല്ല് ഇവിടെ ആടുന്നു. ഈ ടാബ്ലറ്റ് കഴിച്ച ശേഷം നിങ്ങൾ എന്നെ കാണാൻ പോയെന്ന് പറഞ്ഞു ഡോക്ടർ വെച്ച്. അങ്ങനെ അത് പുറത്ത് പോയി. നല്ല ഡോക്ടറാണ്, തൂസിയൊന്നും വെച്ചിട്ട. അങ്ങനെ ഫാത്തിമ പറയാൻ തുടങ്ങി. അമ്മ പറയാൻ തുടങ്ങി കുളിയെ കഴിച്ച് ശേഷം പോവാം. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. വീണ്ടും ഹോസ്പിറ്റലിൽ പോകാം. അമ്മ, ശരി മോളെ ഇപ്പോൾ വാ ഹോസ്പിറ്റലിൽ. ഞാൻ വരുന്നില്ല. അയ്യോ ഇവളൊരു കാര്യം വാ. മമ്മി, ഞാൻ വരുന്നില്ല. അയ്യോ ഇപ്പോൾ നിനക്കെന്താ ഇഞ്ചക്ഷൻ നോക്കണം? ഇല്ല ഞാൻ വരാം. ഇവളൊരു വെച്ചിട്ട് കാര്യം. കൊച്ചു കുട്ടികൾ എല്ലാവരും നോക്കാം. അയ്യോ നാണക്കെട്. അങ്ങനെ എടുത്തുകൊണ്ട് പോയി. ഡോക്ടർ പറയാം. ഡോക്ടർ ഇപ്പോൾ കുറച്ച് പേരാണ്, ഇപ്പോൾ എല്ലാം പോയി, ആരുമില്ല. ഡോക്ടറകത്ത് വന്നു. നിങ്ങൾ വന്നോ? പല്ലെടുക്കായിരുന്നു. ജിന്നായിരുന്നു ഡോക്ടർ. ജിന്ന് പല്ലെടുത്തു. ബ്ലഡ് വന്നാ അതാർമ്മയുടെ വച്ചുണ്ടാക്കുന്നത്. ജിന്നൊക്കെ കൺഫ്യൂസായി. ഇവളതിനെ വച്ചുണ്ടാക്കണമോ? പല്ലെടുത്ത്. സമാധാനമായി.
ഡോക്ടർ പറയാം അയ്യോ ഇവളൊരു കാര്യം വായി മുട്ടിടി പല്ല് പോയി എനിക്കറിയാമോ കരയാൻ തുടങ്ങി. ഇവളെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഡോക്ടർ പറയാം കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഈ പല്ല് കുറച്ച് ശരിയായി പിന്നെ ഞാൻ പല്ല് വെക്കാനും ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ഇവൾ ഒച്ച ഉണ്ടാക്കില്ല, അതുകൊണ്ട് ഇപ്പം എനിക്ക് പല്ല് വെക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ ഹീറോ കരിഞ്ഞിട്ട് പോകുന്നു. പല്ലിന് മുഴുകി അഭിസ്ഥാനത്ത് ആ ഡോക്ടർ ഹീറോ കരിഞ്ഞിട്ട് പോയി. അങ്ങനെ ഹീറോയ്ക്ക് എറിഞ്ഞിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു ഹീറോയ്ക്ക് എറിഞ്ഞിട്ട് പോകാൻ തുടങ്ങി. ആരെ ഡോക്ടർ കരഞ്ഞു പോയി. അപ്പോൾ ഡോക്ടർ കരഞ്ഞിട്ട് ഹീറോയി പുറത്ത് പോകാൻ തുടങ്ങി. അപ്പോൾ ജിന്ന് പറയാൻ തുടങ്ങി ഇത് ഡോക്ടറെ കൊച്ച്. അങ്ങനെ ജിന്ന് പുറത്ത് ഇറങ്ങി വന്നു. ഹീറോയുടെ പുറത്ത് നിന്നിരുന്നു. ജിന്ന് അകത്തിന് വന്നു. ജിൻ മാസ്ക് കുറിയുന്നു. ഹീറോ കയറി നിൽക്കും. ഇത് വേണ്ട ತುಂಬ ഷോക്കായി. ഇവളല്ലേ കരിഞ്ഞോണേ, എന്ത് പറ്റി ഇവള് ഓടുക്ക് നോക്കും. അടിപ്പാവി തലയ്ക്ക് കുറച്ച് എന്തമ്മാ ആൾക്കടി കണ്ണിന് കുത്തുന്നു മറിയ അത് കരിഞ്ഞോ ഉമ്മ പോടിയായിരിക്ക കാടൻ സുന്ദരനായിട്ട് എൻ്റെ പല്ലിന് മുറിച്ചെടുത്താണ് കഞ്ഞത്ത് പൊടിയിരിക്കാൻ എന്തിനു കരിയില്ല, ഇത് വെച്ച് ശരിയാവില്ല. അങ്ങനെ ഹീറോയി പറയുന്നു മച്ച് എൻ്റെ പല്ല് പോയി. ശരി ഓക്കെ സാഡാവണ്ട. ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയിന് പല്ല് വെക്കണം ഹോസ്പിറ്റലിൽ പോകുന്നു. മമ്മി പല്ല് അങ്ങനായിട്ട് ജിന്ന് പല്ല് വെച്ച്. ഇപ്പോൾ ഓക്കെ ആണല്ലേ? കുറച്ച് വേദന ഉണ്ടോ? വേദന ഉണ്ട്. അയ്യോ ഇവ കിട്ടി കുളന്ന് കയറി. അയ്യോ ജിന്ന് പറയാൻ തുടങ്ങി. ശരി 2 days പോകാൻ തുടങ്ങി. ഹീറോയി കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഹീറോയി ഫ്രണ്ട്സിനോട് പറയാം മച്ച് ശരി ഓക്കെ. പിന്നെ ഹീറോയി പറയാൻ തുടങ്ങി മച്ച് അങ്ങനെ ഒരു ഫ്രണ്ട് കൂടെ നല്ല എൻജോയ് ചെയ്ത് കളിക്കായിരുന്നു. ജിന്ന് അവിടെ വന്ന് അങ്ങനെ കൂൾ ഡ്രിങ്ക്സ് കുടിക്കായിരുന്നു. ജിന്ന് ഹീറോയി ഫോട്ടോ എടുക്കാൻ തുടങ്ങി. എന്തടി ഫോട്ടോ എടുത്തു? മച്ച് ഈ ഡോക്ടറാണ് എൻ്റെ പല്ല് പൊളിഞ്ഞ അടിപ്പാവി. എൻ്റെ ഫസ്റ്റ് ക്രഷ്. എന്ത് ഇതുവരെ ക്രഷില്ലേ? ഇല്ലടേ എനിക്കൊരു ഇഷ്ടപ്പെട്ടു. എൻ്റെ ക്രഷ് ബോഡി ഒഴിക്കാം. ഇവളൊന്ന് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഓടി കളിക്കുന്ന മത്സരം, ഓട്ട മത്സരം. അതിൽ ഹീറോ ഓടുമ്പോൾ ഒരു പെണ്ണ് ഗേളും ഹീറോയിന് മുന്തിയിട്ട് താഴെ വീണു. അയ്യോ എൻ്റെ കാല് വേദനിച്ചു മാമ്മി.